ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. ദുരന്തത്തിന് കാതോർത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. പുതിയൊരു പാലത്തിനായുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. താനൂർ മൂലക്കലിനെയും ചിരാങ്കടപ്പുറത്തെയും ബന്ധിപ്പിക്കുന്ന കലോനി കനാലിന് കുറുകെ നാട്ടുകാർ നിർമ്മിച്ച താൽക്കാലിക നടപ്പാലവും തകർന്നു. ഇതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്രയും മുടങ്ങി. നിരവധി പേർ ആശ്രയിക്കുന്ന ആ പാലം കൂടിയാണിത്. കുരുന്നുകളെ നാട്ടുകാരും രക്ഷിതാക്കളും തോളിലേറ്റിയാണ് കനാൽ കടത്തുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനം നൽകിയവരാരെയും പിന്നീട് ഇതുവഴി കണ്ടതേയില്ല. ആശങ്കയോടെ കഴിയുകയാണ് ഒരു പ്രദേശത്തെ ജനങ്ങൾ. താനൂർ ചിരാങ്കടപ്പുറത്തെയും മൂലക്കലിനെയും ബന്ധിപ്പിക്കുന്ന കലോനി കനാലിന് കുറുകെ നിർമ്മിച്ച ഇരുമ്പ് പാലം തകർന്നതോടെയാണ് നാട്ടുകാർ ശ്രമദാനമായി നടപ്പാലം നിർമ്മിച്ചത്. കഴിഞ്ഞ ദിവസം ഇതും തകർന്നതോടെ വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ യാത്രയാണ് മുടങ്ങിയത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം തകർന്ന് 2 യുവാക്കൾ മരണപ്പെട്ടിരുന്നു. ഇതിനുശേഷം ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇരുമ്പ് പാലം നിർമ്മിച്ചത്. എന്നാൽ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറാകാതിരുന്നതോടെയാണ് അതും തകർന്നത്. പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചുകൊണ്ട് ഇറിഗേഷൻ വകുപ്പ് ഒരു ബോർഡ് സ്ഥാപിച്ചതാണ് ഇവർ നാട്ടുകാരോട് ചെയ്ത വലിയൊരു സേവനം. പലതവണ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും നേരിട്ടും ഫോൺ മുഖേനയും കാര്യങ്ങൾ ധരിപ്പിച്ചെങ്കിലും ഒരനക്കവും ഉണ്ടായില്ല. തുടർന്നാണ് നാട്ടുകാർ തന്നെ പണം പിരിച്ച് ഒരു താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചത്. കഴിഞ്ഞ ദിവസം അതും തകർന്നതോടെ വലിയൊരു ആശങ്കയിലാണ് പ്രദേശവാസികൾ. പുതുകുളങ്ങര LP സ്കൂൾ, SMAP സ്കൂൾ, ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ, സമീപത്തെ മദ്രസകൾ, രായിരമംഗലം SM ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. ഇവരുടെ ഏക ആശ്രയവും ഈ നടപ്പാലമായിരുന്നു. നടപ്പാലം തകർന്നതോടെ കുരുന്നുകളെ തോളിലേറ്റിയാണ് രക്ഷിതാക്കളും നാട്ടുകാരും കനോലി കനാൽ മുറിച്ചു കടക്കുന്നത്. നഗരസഭയും താനാളൂർ പഞ്ചായത്തും ശ്രമിച്ചാൽ തീരാവുന്ന വിഷയമാണിത്. എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. താൽക്കാലിക പാലം തകർന്നതോടെ വലിയ പ്രയാസമാണുള്ളതെന്ന് പ്രദേശവാസി പറഞ്ഞു. നഗരസഭയുടെ താനാളൂർ പഞ്ചായത്തിൻ്റെയും അധീനതയിൽപ്പെട്ട ഒരു പാലാണിത്. ഈ കനോലി കനാൽ പാലം ആദ്യം ഒന്ന് വീണിട്ട് 2 ആൾ മരിച്ചതാണ്. പിന്നീട് ഒരു ബദൽ പാലം ഇവിടെ ഉണ്ടാക്കി തന്ന ഇരുമ്പ് പാലം. അതിനുശേഷം ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടെ പിരിവിട്ടിട്ടാണ് ഈ പാലം ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം വീണിട്ട് ഞങ്ങൾ ഇതേമാതിരി കുട്ടികളെ തോള് കയറ്റിയിട്ടൊക്കെ ആയിരുന്നു ഇപ്പുറം കടത്തിയിരുന്നത്. അതേ അനുഭവം തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം പൊട്ടി വീണിട്ട് ഇന്നും കുട്ടികളെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ടാണ് വീണിട്ട് അപ്പുറം കടത്തി കൊടുത്തത്. സ്കൂൾ പുതുകുളങ്ങര സ്കൂളിൽ പോണവരുണ്ട്, ദേവദാർ സ്കൂളിൽ പോണവരുണ്ട്, പിന്നെ SMUP പോണവരുണ്ട്, പിന്നെ പരല കോളേജിൽ പോണ കുറേ കുട്ടികളുണ്ട്. ഇവിടെ കുറേ സ്ത്രീകൾ പണിക്ക് പോണവരുണ്ട്. അവർക്കൊക്കെ ഈ പാലം കേടുവന്നതിനെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഫണ്ട് പാസ്സായി എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇതുവരെയും ഒന്നും നടന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് 6 മാസത്തെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇവിടെ പറഞ്ഞാണ് 3 ലക്ഷം രൂപ പാസ്സായെന്ന്. ഇതുവരെ അതിനെപ്പറ്റി ഒരു നടപടി എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ തോളി കയറ്റിയാൽ നമ്മൾ ഇന്ന് ജോലി ഇല്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കണില്ല. നമ്മൾ ജോലിക്ക് പോകുന്ന ആളാണ്. നമ്മൾ ജോലി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇപ്പോൾ സ്കൂൾ കുട്ടികൾ പോകുന്നവരോട് നിന്ന് കുട്ടികൾ അക്കരമ്പോൾ നിൽക്കരമ്പോൾ തോളിലേറ്റി കൊണ്ട് ഇറക്കി കൊടുത്തു. വെറും 3 കുട്ടികൾ അക്കരമ്പോൾ വന്നു, ബാക്കി കുട്ടികളൊന്നും സ്കൂളിൽ വന്നിട്ടില്ല. ദേവദാറിൽ പോകുന്നവരുണ്ട്, മറ്റേ SIUP പോകുന്നവരുണ്ട്, പടിഞ്ഞാറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന കുറേ കുട്ടികളുണ്ട്. ഇതിൽ 90% ഇതിൽ പങ്ക് മുനിസിപ്പാലിറ്റിക്കാണ്. മുനിസിപ്പാലിറ്റി അതിന് നടപടി എടുക്കണില്ല. താനാളൂർ പഞ്ചായത്തിൽ പരാതി കൊടുത്ത് അവരൊരു നടപടി എടുക്കണില്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ട് വന്ന് നടപടി എടുത്തിട്ടൊരു കാര്യം ഉണ്ടാവില്ല. ഇവിടെ വളരെ ആശങ്കയിലാണ് കുട്ടികൾ. ഭയത്തോടെയാണ് പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത്. ഇന്നലെ ഞങ്ങളെ പാലം കടക്കാൻ നിൽക്കുമ്പോൾ പാലം പൊട്ടി. അപ്പം ഞങ്ങൾ ആ സൈഡിൽ കൂടിയാണ് പിടിച്ചിട്ട് പോയത്. ഇന്ന് ഞങ്ങൾ ഒരു കാക്കനെ തോൾമ കയറിയിട്ടാണ് വന്നത്. ഈ പാലത്തിൽ കൂടി നടക്കാൻ നല്ല പേടിയുണ്ട്. ഈ നല്ല പൊട്ടിയിരിക്കുക. ഈ പാലം ആരെങ്കിലും ശരിയാക്കണം. ഇക്കാര്യം ഗൗരവത്തോടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കാണണം. കുട്ടികളുടെ പഠനം വരെ മുടങ്ങിയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു. മുനിസിപ്പാലിറ്റിൻ്റെയും താനാളൂർ പഞ്ചായത്തിൻ്റെയും ഒരു അനാസ്ഥ എന്ന് പറയേണ്ടി വരുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ താനാളൂർ പഞ്ചായത്തിൽ ഒരു പരാതി കൊടുത്തിട്ട് ഇവിടുത്തെ മെമ്പർ ഈ കാതർകുട്ടി പരാതി കൊടുത്തിരുന്നു. ഈ കൊടുത്ത പരാതിയിൽ ഒരു അനങ്ങാപ്പാറ നയാണെന്നാണ് പറയണത്. കാതർകുട്ടി വിളിച്ച് പറഞ്ഞു, ഞാനെന്ത് ചെയ്യൽ, ഞാൻ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. സെക്രട്ടറിയോടും പ്രസിഡൻറ്റോടും ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവരത് മെയിൻ ചെയ്യണില്ല. താനൂർ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഒരു 4 കൊല്ലം മുമ്പ് തന്നെ പറഞ്ഞ് ഒരു 3 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട്. ഈ പാസ്സായിട്ട് ഇപ്പോൾ ആരും കരാറെടുക്കാനില്ല. ആര് കരാറെടുത്തില്ലെങ്കിലും എടുത്താലും കുടുങ്ങുന്നത് ഇപ്പോൾ നാട്ടുകാരാണ്. ഒരുപാട് പിള്ളേർ, എത്രയോ പിള്ളേർ, ഇപ്പോൾ ചുരുങ്ങിയതൊരു 100 പിള്ളേർ സ്കൂളും ക്ലാസ് കട്ടാക്കി എടുക്കുകയാണ്. അതായത് കാരണം നമ്മൾ 2 സുഹൃത്തുക്കളാണ്. ഈ ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു, ആദ്യൊരു പാലം. ആ പാലം വീണ് 2 സുഹൃത്തുക്കൾ മരിച്ച്. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തന്നാണ് ഈ ഒരു പാലം. ഈ പാലം ചുരുങ്ങിയത് ഇതിനെ ഡേറ്റ് എത്രയാണെന്ന് പോലും അറിയില്ല. ഏതൊന്നും ഒരു 10 വർഷം പോലും ഈ പാലം നിലനിന്നിട്ടില്ല. അപ്പോൾ ഞാനിതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ പറയണത്, കാരണം ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടിട്ട് ഇതിൻ്റെ മുകളിൽ വേറെ ഫണ്ട് വെക്കാൻ കഴിയില്ലെന്നാണ്. ഇവർ വേറെ ഫണ്ട് വെക്കെങ്കിൽ വേറെ പുതിയ പാലം കെട്ടിത്തരാം, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടൊരു പാലം ഉണ്ടാക്കി തരാം.
തൊഴിലാളികളടക്കം നിരവധി പേർ കാൽനടയാത്ര ചെയ്യുന്ന ഈ പ്രദേശത്ത് ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ എത്രയും വേഗം പുതിയൊരു പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.